ഇന്ന് അങ്ങനെ രാത്രിത്തെ ട്രെയിനിന് ഞങ്ങൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. നാളെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ചോറൂടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാട്ടിക്ക് പോണത്. എല്ലാ പ്രാവശ്യം നാട്ടിക്ക് പോകുമ്പോ സങ്കടവും സന്തോഷവും ഉണ്ടാവുക. ഇപ്രാവശ്യം പക്ഷെ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇപ്രാവശ്യം എന്റെ കൂടെ വിനു വരുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരൊറ്റ തവണയായിട്ടാ വിരുന്നിന് വിനു വീട്ടിലേക്ക് വന്നേക്കണേ. പിന്നെ അവന് ജോലി തിരക്കൊക്കെ കാരണം 7-8 മാസങ്ങൾക്ക് ശേഷം ഇന്നാട്ടാ പോവാൻ പോണത് അങ്ങോട്ട്. ഇന്ന് പോണോണ്ട് എന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ വെച്ചിട്ട് പിന്നെ വീടൊക്കെ ഫുൾ ഒന്ന് അടിച്ചു വാരിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് കയറി. എന്റെ അലമാരയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഞാൻ വലിച്ചു വാരിട്ടേക്കാട്ടോ. വന്നിട്ട് വേണം ഇനി അതൊക്കെ ഒതുക്കി വെക്കാനായിട്ട്. വെള്ളം കുടിച്ചിട്ട് ആലോചിച്ചിരിക്കുന്നത് ഈ ഒരു പാന്റ് കൊണ്ടോണോ വേണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നറായ ടോപ്പ് കമന്ററിന്റെ വീട് നമ്മളെ എടുത്ത് തന്നെയാട്ടാ കരിക്കോട്. അപ്പൊ പിന്നെ നേരിട്ട് പോയി കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചേ. 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഇതും കൂടി കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചുട്ടാ. ഈ ദൂരത്തിൽ അതുകൊണ്ട് വേഗം എത്തിയിട്ടുണ്ടായിട്ടാ. ഇതാണ് നമ്മുടെ ടോപ്പ് കമന്റർ ശ്രുതി. അങ്ങനെ ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ശ്രുതിയുടെ മക്കളാണ് കേട്ടോ. അവരെ പേരൊക്കെ ചോദിച്ചു, എത്രല്ല പഠിക്കണം എന്നൊക്കെ ചോദിച്ചു, കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. വിനുവിന് നാളെ എടുക്കാനുള്ള മുണ്ട് ഞാൻ ഇന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. അത് ഉണങ്ങിയപ്പോ അതും കൂടി മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടുപോകാനായിട്ട് വിനുവിന്റെ ഒരു പാന്റ് ഇതേ ഹാങ്കറിൽ നിന്ന് എടുത്താട്ടോ. എല്ലാം കൂടി വീണിട്ടുണ്ട്. പിന്നെ അല്ല അത് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസം നിൽക്കണുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സൊന്നും കുത്തിക്കയറ്റി വെച്ചിട്ടില്ലേ. അപ്പൊ ഇനി നാട്ടിൽ പോയിട്ട് കാണാട്ടോ. ബൈ.